വളരെ ഹാപ്പി ആയിട്ട് അമ്മ നടന്നു വരുന്ന കണ്ടില്ലേ. ഞങ്ങളിന്ന് എറണാകുളത്തേക്ക് പോവാണ്. 2 ദിവസത്തെ ഒരു കൊച്ചി ട്രിപ്പ്, അതാണ് പ്ലാൻ. അമ്മ മാത്രമല്ല, ദീപും വളരെ ഹാപ്പിയാണ്. ദീപു കുറേ നാളായി എറണാകുളത്ത് പോകണം, ഫോർട്ട് കൊച്ചി കറങ്ങണം എന്നൊക്കെ പറയൽ തുടങ്ങിയിട്ട്. എല്ലാ മാസവും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും നടക്കാറില്ല. 3 മിനിറ്റുള്ളൂ ഊബറത്തെ. തളിക്കുളത്ത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് എറണാകുളത്തേക്ക് വെറും 1000 രൂപ ഊബറിനുള്ളൂ. സ്വന്തമായിട്ട് കാറില്ലാത്ത ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈ ഒരു പ്രൈസ് വലിയ അനുഗ്രഹമാണ്. 1000 രൂപ ഉണ്ടെങ്കിൽ കാറിൽ കൊച്ചി വരെ വളരെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാലോ. ഏഴ് മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എറണാകുളത്തേക്ക്. ആസ് യൂഷ്വൽ കയറിയ പാടെ അമ്മയും ദീപും നല്ല ഉറക്കായി. എടപ്പള്ളിയിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ ഈ ഇടതുവശത്തായിട്ട് കാണുന്ന ലുലുവിൻ്റെ വലിയ ബിൽഡിങ്ങും കൊച്ചി മെട്രോയുടെ തൂണുകളും ഒക്കെ കാണുന്നതോടുകൂടി ആ കൊച്ചി വൈബ് അങ്ങോട്ട് സ്റ്റാർട്ടായി. MG റോഡിനടുത്തുള്ള ഐശ്വര്യ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെക്ക് ഇൻ ടൈം 12 മണിയാണ്. ഹോട്ടലിലേക്ക് വിളിച്ചപ്പോഴേ 11 മണിക്ക് അവർ റൂം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ എറണാകുളം ശിവക്ഷേത്രം, അതായത് എറണാകുളത്തപ്പനൊക്കെ തൊഴുത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തിരിച്ചു വരാനാണ് പ്ലാൻ. ആ പോണതാണ് ഞങ്ങൾ വന്ന ഊബർ വണ്ടി. ലഗേജ് ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയയിൽ വെക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം താമസിക്കാൻ പോണ ഹോട്ടൽ ഐശ്വര്യ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 3 സ്റ്റാർ ഹോട്ടലാണിത്. AC എക്സിക്യൂട്ടീവ് ഡീലക്സ് റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഗോഐബി പോലും മറ്റ് ഹോട്ടൽ ബുക്കിംഗ് ആപ്പുകളിലൊക്കെ നോക്കിയപ്പോൾ 3000-ലധികം രൂപയാണ് 3 പേർക്ക് ഈ റൂമിൻ്റെ പ്രൈസ് കണ്ടത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് 1800 രൂപയ്ക്ക് കിട്ടി. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള പെരുമാറ്റമാണ് ഇവിടുത്തെ റിസപ്ഷനിലെ സ്റ്റാഫുകളൊക്കെ തന്നെ. ഒരു സിലിണ്ടർ ടൈപ്പുള്ള അക്വേറിയം ഇവിടെയുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു അക്വേറിയം ആയിരുന്നു അത്. അതിലുള്ള ഫിഷുകളെ കാണാനും നല്ല രസമായിരുന്നു. ചെക്ക് ഇൻ ചെയ്തതിന് ശേഷമേ റൂമൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പം അതിന് മുമ്പായിട്ട് ഞങ്ങൾ എറണാകുളത്തപ്പനെന്ന് തൊഴാന്ന് വിചാരിച്ചു. എറണാകുളം ദർബാർ ഹാളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ശിവക്ഷേത്രം ഉള്ളത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഗ്രൗണ്ടിൽ 100 കണക്കിന് പ്രാവുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തോരം പ്രാവുകളല്ലേ! ഈ ഒരു കാഴ്ച കണ്ടതോടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും ഊർജവും ഒക്കെ കിട്ടിയ പോലെ തോന്നി. നല്ല രസമുണ്ടല്ലേ കാണാൻ ദീപോ? കൊച്ചിയുടെ ഹൃദയഭാഗത്ത് തിരക്കേറിയ ഈ നഗരത്തിന് നടുവിൽ മനസ്സിന് കുളിർമയും ശാന്തി നൽകുന്ന ഒരിടം, അതാണ് സാക്ഷാൽ എറണാകുളത്തപ്പൻ്റെ സന്നിധി. കൊച്ചി കായലിന് അഭിമുഖമായിട്ട് പടിഞ്ഞാറോട്ട് ദർശനം നൽകിയിട്ടാണ് ഈ ശിവക്ഷേത്രം നിലകൊള്ളുന്നത്. കേരളത്തിലെ മഹത്തായ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഒരേ സമയം അർജുനനെ പരീക്ഷിക്കാനെത്തിയ കിരാതമൂർത്തിയായിട്ടും അതിനുശേഷം അനുഗ്രഹം ചൊരിയുന്ന പാർവതി സമ്മേതനായ ഗൗരി സങ്കല്പ ഭാവത്തിലും ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നു. പ്രധാനമായിട്ടും 3 ശീവേലികളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ചെന്നപ്പോൾ ഉച്ച ശീവേലിയുടെ സമയമായിരുന്നു.
ശിവപ്രതിഷ്ഠ കൂടാണ്ട് അയ്യപ്പൻ്റെയും ഗണപതിയുടെയും നാഗദേവതകളുടെ ഒക്കെ പ്രതിഷ്ഠ ഇവിടെ ഉണ്ട്. എല്ലാം ഭംഗിയായി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് ഞാൻ അറിയണേ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഹനുമാൻ കോവിലും മുരുകൻ കോവിലൊക്കെ ഉണ്ടെന്ന്. ഈ ഒരു ഹനുമാൻ കോവിലിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്തെന്നറിയാത്തൊരു സന്തോഷവും ഒരു വല്ലാത്തൊരു ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷവും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിലമാല സമർപ്പിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങിയതും നല്ല വിശപ്പായി. ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗോകുൽ ഊട്ടുപുര. വടക്കേ നടയിലായിട്ടാണ് ഗോകുൽ ഊട്ടുപുര റെസ്റ്റോറൻറ്റ് വരുന്നത്. കുറച്ച് നാൾ മുമ്പ് ബൃന്ദാവനിൽ പോയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ. അതിനുശേഷം ഒരുപാട് പേര് ഗോകുൽ ഊട്ടുപുരയിൽ പോയിട്ട് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്കിന് യാതൊരു കുറവും വന്നിട്ടില്ല. കാലിക്കറ്റ് പാരഗണിലൊക്കെ കാണുന്ന പോലെ ഇവിടെ പേര് എഴുതി വയ്ക്കുന്ന സിസ്റ്റം ഉണ്ട്. അതെന്തായാലും നന്നായി. തിക്കും തിരക്കും കൂട്ടാണ്ട് സമാധാനമായിട്ട് പേര് വിളിക്കുമ്പോൾ പോയാൽ മതിയല്ലോ. അതുവരെ ഈ ചായ അടിക്കണ സീനൊക്കെ കണ്ട് നിൽക്കുകയും ചെയ്യാം. അമ്മയ്ക്ക് നെയ് റോസ്റ്റും ദീപുവിന് ഇടിയപ്പവും കടലക്കറിയും എനിക്ക് ഉപ്പുമാവാണ് പറഞ്ഞത്. സർവീസൊക്കെ വളരെ ഫാസ്റ്റായിരുന്നു. ഐറ്റംസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടി. ഇടിയപ്പത്തിൻ്റെ കൂടെയുള്ള കടലക്കറി കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയാന്ന്. ഉപ്പുമാവിൻ്റെ കൂടെ ചമ്മന്തിയും ചട്നിയും പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു. തൊട്ട് പുറകെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റ് എത്തി. ഇതൊക്കെ പോരാണ്ട് 2 വടയും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയും കാപ്പിയും. ഇന്ന് ആദ്യം കഴിച്ചു തുടങ്ങിയത് അമ്മയാണ്. എൻ്റെ അമ്മ ദോശ അമ്മയുടെ മുഖം നോക്കിയടി. എനിക്ക് വേണമെങ്കിൽ നെയ് റോസ്റ്റ് പറയട്ടെ ദീപോ, ടേസ്റ്റ് ചെയ്യണമെങ്കിൽ. ബ്രേക്ക്ഫാസ്റ്റിൽ ദീപുവിന് ഏറ്റവും പ്രിയം ഇടിയപ്പത്തോടാണ്. എന്ന് വെച്ചിട്ട് നെയ് റോസ്റ്റിനോട് വിരോധമൊന്നുമില്ല. ചാൻസ് കിട്ടിയാൽ അതും കഴിക്കും. ദാ ഇതുപോലെ നെയ് റോസ്റ്റ് ഗംഭീരമായിട്ടെന്നാണ് രണ്ടാളും പറഞ്ഞത്. എന്നാൽ പിന്നെ ഒരു പീസ് ഞാനും ഇങ്ങോട്ട് എടുക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. നെയ് റോസ്റ്റ് ചട്നിയിൽ മുക്കി ആസ്വദിച്ചങ്ങോട്ട് കഴിക്കേണ്ട ഇടയ്ക്കാണ് സിനിമയിലൊക്കെ വർക്ക് ചെയ്യണ സൂര്യചേട്ടനെ കണ്ടത്. അദ്ദേഹം നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല പുള്ളി നമ്മുടെ സബ്സ്ക്രൈബറാണെന്ന് അറിഞ്ഞപ്പോഴേ ഞെട്ടിപ്പോയി. ഈ പുട്ട് ഉപ്പുമാവെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിങ്ങനെ ചട്നിയും ചമ്മന്തിയും കറികളൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ പറയും വേണ്ട. ഉപ്പുമാവ് കുറച്ച് അമ്മയ്ക്കും ദീപുവിനും കൊടുത്തു. പകരമായിട്ട് ഞാൻ കുറച്ച് കടലക്കറി ഇങ്ങോട്ട് തട്ടി. ഉപ്പുമാവിൻ്റെ കൂടെ ഒരു അൾട്ടിമേറ്റ് കോമ്പിനേഷനാണ് ഇവിടുത്തെ കടലക്കറി. ഒരു ഇടിയപ്പം ദീപുവിൻ്റെ വാങ്ങിയിട്ട് ആ കടലക്കറിയും കൂട്ടി ഒരു പിടിയങ്ങ് പിടിച്ചു. ദീപു ആണെങ്കിൽ ഈ സമയത്ത് ചുവന്ന ചമ്മന്തി ടേസ്റ്റ് നോക്കിയിരുന്നു. ഒരു കാര്യം തുറന്നു പറയട്ടെ, ഇവിടുത്തെ വടേനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടമായത് ബൃന്ദാവനിലെ വടയാണ്. അതിനേക്കാൾ സൂപ്പറാണ് തൃപ്രയാർ അംബീഷൻസിലെ വട. ഇതിലും നല്ല വടയായിരുന്നു ബൃന്ദാവനിലെ അല്ലേ? ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഡിസപ്പോയിൻ്റ് ചെയ്തത് ഇവിടുത്തെ ചായയും കാപ്പിയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചായ. ഒരു പക്ഷേ ഇത് ഈ നേരത്തിൻ്റെയോ ദിവസത്തിൻ്റെയോ ആയിരിക്കാം. ഇനി കോഫി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരുപാട് കുറ്റം പറയാനൊന്നുമില്ല. പക്ഷേ ആ ഒരു ഹൈപ്പിനുള്ള സാധനം കിട്ടിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ വേറെ ലെവൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഊതി കുടിച്ചോ എൻ്റെ കോഫി കൊള്ളാം, കുറച്ച് ബെറ്ററാണ്. പക്ഷെ മധുരം കുറവാണ്. ഇപ്പോൾ കുടിച്ചു നോക്ക്.
എന്നെക്കാൾ സൂപ്പർ കോഫി ആയിരുന്നു ഇവിടെ ബൃന്ദാവനിലെ. ഇടിയപ്പം കടലക്കറി സൂപ്പർ, ദോശ അടിപൊളി, ഉപ്മാവ് ടേസ്റ്റ് ഉണ്ട്, പക്ഷേ കുറച്ച് കുഴമ്പുമാണ്, കട്ടയുണ്ട്. അത് മേ ബി ചിലപ്പോൾ റഷ്യൻ്റെ ആണെന്താന്ന് നമുക്ക് മനസ്സിലാവില്ല. പോവാ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗോകുൽ ഊട്ടുപുരയിൽ വരുന്നത്. ഇവിടുത്തെ ആംബിയൻസും സർവീസും അടിപൊളിയാണ്. ഉപ്പുമാവിൻ്റെയും ചായയുടെയും ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ഫുഡും അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ കഴിച്ച ടോട്ടൽ ബില്ല്. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ ഒരു മിൽമ ബൂത്തിൻ്റെ പേര് കണ്ടു, വാമനപ്രഭു. ഒരു മനുഷ്യൻ ചിന്തിക്കാത്ത പേരുകളാണ് അല്ലേ. എറണാകുളത്തപ്പൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ വരല്ലേ, നമ്മൾ ഹോട്ടലിലേക്കല്ലേ പോകണം. അല്ല ഞാൻ പറഞ്ഞ സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞു. ഞങ്ങളിനി റൂമിൽ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോവാണ്. 12 മണിയാണ് ശരിക്കുള്ള ചെക്ക് ഇൻ ടൈം. 4th ഫ്ലോറിൽ 409 ആണ് നമുക്ക് തന്നിട്ടുള്ള റൂം. ഇങ്ങനെയുണ്ട് ദീപ വാഷ്റൂം. കൊള്ളാം അല്ലേ, കുഴപ്പമില്ല അല്ലേ. ഷവർ ജെല്ലുണ്ട്, ഷാമ്പു ഉണ്ട്, പിന്നെ ഇവിടെ മോയ്സ്ചറൈസറും ഇതൊക്കെ തന്നിട്ടുണ്ട്. ഹാൻഡ് വാഷ്, സോപ്പ്, ടവല്, സാധനങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ടമ്മ, ഓക്കെ അല്ലേ റൂം? കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ ഒരു ബഡ്ജറ്റിന് ഇത് വളരെ നല്ലതാണ്. 1800 ഓഫറിന് കിട്ടിയതാണ്. ചില ദിവസങ്ങളിൽ 3000 വരെ പോവാം, 3000 വരെ അല്ല ദീപം. അപ്പോൾ നമുക്ക് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടികൾ പ്ലാൻ ചെയ്യാം. ഉച്ചയ്ക്ക് ഞങ്ങൾ നല്ല കിടിലൻ കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു. ആ വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.